ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു +916. സോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോബിൻ വോയിസ് പുറത്തുവിട്ടാൽ ആഹാ, വിജയരാജോ വിവിയോ പുറത്തുവിട്ടാൽ ഓഹോ, അതെന്തങ്ങനെ? ഈ ചോദിക്കുന്നവൻ ആദ്യം വിവരമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബിക്കോസ് റോബിൻ ഒരു ക്രൈം ചെയ്ത വ്യക്തി, അതായത് മറ്റുള്ളവരുടെ പേഴ്സണൽ വോയിസ് അവരറിയാതെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഒരു ക്രൈം ചെയ്ത വ്യക്തിയുടെ ഒരു ബിസിനസ് സംസാരിക്കുന്ന ആ വ്യക്തി അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിസിനസ് സംസാരിക്കുന്ന വോയിസാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അത് സോഷ്യൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു അവയർനെസ് നൽകുന്നൊരു ഓഡിയോ ആണ്. ബിക്കോസ് നാളെ നിങ്ങളുടെ വോയിസും ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാം, നിങ്ങളും ഇങ്ങനെ നിങ്ങളുടെ ഫെയിം നഷ്ടപ്പെടുന്ന രീതിയിൽ പോകാം, നിങ്ങൾക്കും സാധ്യതകൾ ഉണ്ടാകാം, നഷ്ടപ്പെടുന്ന രീതികൾ വന്നേക്കാം. അതുകൊണ്ട് ബി അവെയർ എന്നുള്ള രീതിയിലാണ് റോബിൻ ആ ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഇവന്മാരെങ്ങനെയാണോടാ സ്നേഹത്തോടെ സമാധാനത്തോടെ സംസാരിക്കുന്ന, കൂട്ടുകാർ പോലെ സംസാരിക്കുന്നവരുടെ വോയിസുകൾ. ഫോർ എക്സാമ്പിൾ, നീ തന്നെ നിൻ്റെ വീഡിയോയിൽ പറയുന്നു സായിയുടെ വോയിസ് പുറത്തുവിട്ടത് തെറ്റെന്ന്. സായിയുടെ വോയിസിൽ സായി ഉണ്ടായിരുന്നു, ഈ പറയുന്ന ജാഫർ ഉണ്ടായിരുന്നു, ധ്യാസന ഉണ്ടായിരുന്നു, വിവി ഉണ്ടായിരുന്നു. ഈ 3 പേരും റെക്കോർഡ് ചെയ്യാതെ വിവി മാത്രം റെക്കോർഡ് ചെയ്തു. ദാറ്റ്സ് മീൻസ് അട്ടർ ചീറ്റിംഗ് മാൻ, ചതി. ഈ 3 പേര് റെക്കോർഡ് ചെയ്തില്ല. എന്തുകൊണ്ടാ? അവർക്കാരെയും ദ്രോഹിക്കണ്ട, അല്ലെങ്കിൽ അത് വിറ്റ് പൈസയാക്കണ്ട. പക്ഷെ ഇവൻ അത് വിറ്റ് പൈസയാക്കണം. സോ അതിന് പിന്നിൽ ഒരു നല്ല ഉദ്ദേശമില്ല, ചതിക്കുക എന്നുള്ള ഉദ്ദേശമേ. പക്ഷെ റോബിൻ ഇട്ട വോയിസിന് പിന്നിൽ ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് എത്തിക്കുക. നിങ്ങളിൽ പലരും ഇങ്ങനെ പലരുമായിട്ടും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വെച്ച് വിൽപ്പനയാക്കുന്ന ഒരു മാഫിയ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വോയിസാണ് റോബിൻ പബ്ലിഷ് ചെയ്തത്. ഇതിനു മുമ്പ് റോബിനെ കുറിച്ച് പല മോശപ്പെട്ട ആരോപണങ്ങളും ഈ പറയുന്ന ഫോർ ദ പീപ്പിൾ ഉന്നയിക്കുകയും ഇവർ റോബിനെതിരെ പല വോയിസ് റെക്കോർഡുകൾ പുറത്തുവിടുകയും ചെയ്തപ്പോൾ ഇവർക്കെതിരെ പല വോയിസ് റെക്കോർഡുകൾ റോബിന് പുറത്തുവിടുവാൻ കഴിയുമായിരുന്നിട്ടും റോബിൻ ഒരു വോയിസ് റെക്കോർഡെങ്കിലും വിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ ചെയ്തതും റോബിൻ ചെയ്തതും ഒന്നെന്ന് പറയുന്നത്? എടാ, നിനക്ക് വിവരവും ഇല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലെല്ലാം ഇങ്ങനെയാണോ? ഒരുത്തൻ വോയിസ് റെക്കോർഡ് വെച്ച് ബിസിനസ്സാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം അങ്ങനെ ബിസിനസ് സംസാരിച്ച ഒരുത്തനെ കുറിച്ചുള്ള അവയർനെസ് ആണ് സമൂഹത്തിന് കൊടുത്തത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ആനയും ആടും തമ്മിലുള്ള അന്തരമുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത സോഷ്യൽ മീഡിയ മലവാണങ്ങൾ എന്നേ പറയാൻ പറ്റും ഇവനെയൊക്കെ. പിന്നെ ഇവൻ പറയുന്നുണ്ട് ഞാൻ ആരുടെ വോയിസ് റെക്കോർഡ്. പിന്നെ നീ ഇത് പറഞ്ഞ് സ്വയം പരിഹാസ്യനാകരുത്. എൻ്റെ വോയിസ് റെക്കോർഡ് നീ ചെയ്യാൻ ശ്രമിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തെറിവിളി വാങ്ങിപ്പോയവനാണ് നീ. ഓർമ്മയുണ്ടോ? ഒട്ടും ഓർമ്മയില്ലല്ലേ? മറക്കും നിനക്കൊക്കെ. എന്നിട്ട് നീ വന്നിരുന്ന് പറയുന്നു ഞാൻ ആരുടെ വോയിസ് റെക്കോർഡ് ചെയ്യാത്തവനാ, ആരുടെയും വഹിച്ചാത്തവനാ. താരയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേടാ? താര ഷഫീന ചേച്ചി എന്നെ പോലത്തെ ഫോട്ടോ വയ്ക്കുന്നു, എന്നെ പോലത്തെ കമ്മൽ വാങ്ങുന്നു എന്ന് പറഞ്ഞ വോയിസ് ഓർമ്മയില്ലേ? എന്നാലും നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് അമ്നീഷ്യ ബാധിക്കുമല്ലോ പിള്ളേരെ. നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ മറക്കത്തില്ല. അപ്പോൾ മക്കൾ എന്തായാലും പിന്നെ വേറൊരു കാര്യം, മക്കളുടെ ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് വിവിയെ എല്ലാവരും പേടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ പറഞ്ഞ വോയിസുകളിൽ എന്തെങ്കിലും സംഗതികൾ പേടിക്കുന്ന രീതിയിലുള്ളത് കൊണ്ടല്ലേ എന്ന്. അപ്പം ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, മിനിഞ്ഞാന്ന് വിവിക്കെതിരെ സംസാരിച്ച നീ ഇന്ന് വിവിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിന്റെ എന്ത് വോയിസാണ് വിവിയുടെ കയ്യിലുള്ളത്? നീ പേടിച്ച് വിവിക്ക് സപ്പോർട്ട് ചെയ്ത് ഇന്ന് സംസാരിക്കുന്ന രീതിയിൽ നിന്റെ എന്ത് സംഭവമാണ് വിവിയുടെ കക്ഷത്തിനിടയിൽ ഇരിക്കുന്നത് മകനെ? അതൊന്ന് പറയൂ. പണി കിട്ടുമെന്ന് പേടിയുണ്ടാ? എന്നാ പിന്നെ നടക്കട്ടെ വെളുപ്പീര്. പക്ഷെ നിങ്ങൾ എത്ര വെളുപ്പിച്ചാലും അവൻ എന്ത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും തെണ്ടിത്തരം ചെയ്ത ഒരു കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യുന്ന നിനക്കൊക്കെ നാളെ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെയും നിൻ്റെ കുടുംബത്തിലുള്ളവരുടെയും വോയിസുകൾ പലരും ഇതുപോലെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിട്ട് അർമാദിക്കുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് നീ വരണം കേട്ടാ. മറക്കരുത് വരാൻ. അപ്പോഴും പറയണം അവൻ റെക്കോർഡ് ചെയ്ത് വെച്ച് നല്ലതായി, അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിനെ ചെളിവാരി അറിയാൻ പറ്റിയത്. നന്നാവടെ. എന്തായാലും ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.
അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രം ട്രിപ്ലസ് 2.0.